വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനം പഠിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇസ്രായേൽ ജനതയെ കനാൻ നാട്ടിൽ എത്തിക്കുവാനുള്ള ചുമതല യോശുവയ്ക്ക് നൽകിക്കൊണ്ട് യഹോവയായ ദൈവം പറയുന്നത്, നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. യോശുവ 1:7-8 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആലോചന തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് മോശ പറയുന്നത്, നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ആവർത്തനം 6:6-8 വരെ. സങ്കീർത്തനം 119:105 പറയുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഏത് സാഹചര്യത്തിലും ആലോചനകൾ പറഞ്ഞു തന്ന് വഴി നടത്തുകയും നേരായ വഴി കാണിച്ചു തരികയും ചെയ്യുന്നത് ദൈവവചനമാണ്. വചനത്തിന് പ്രാധാന്യം നൽകാതെയും തലമുറകൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കാതെയും ഉള്ള ഒരു ജീവിതമല്ലേ നാം നയിക്കുന്നത്. അതുകൊണ്ടല്ലേ വഴിയിൽ നടക്കാതെ നമ്മളുടെ മക്കൾ ലോകവഴിയിൽ സഞ്ചരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഒന്നാണ്. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം പഠിച്ച മറിയയെക്കുറിച്ച് യേശു പറയുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നാണ്. യോഹന്നാൻ 8:31. എബൈഡിങ് ഇൻ മൈ വേർഡ്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നതിന് വചനം അനുസരിക്കുക, വചനം പ്രായോഗികമാക്കുക തുടങ്ങിയ അർത്ഥമാണ് ഉള്ളത്. യാക്കോബ് 1:22 പറയുന്നത്, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ. ബെരോബിയിലെ വിശ്വാസികളെക്കുറിച്ച് പറയുന്നത്, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിവസം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുമായിരുന്നു എന്ന. അപ്പോസ്തലപ്രവൃത്തി 17:11 വാക്യം. വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണോ നാം? വചനം ജീവിത പ്രമാണമായി സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മോട് ചോദിക്കുന്നത്, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നാൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല? ലൂക്കോസ് 6:46. എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് നാം വിളിക്കും, എന്നാൽ യേശു പറയുന്നത് പോലെയാണോ നടക്കുന്നത്? വചനം അതേ വിധത്തിൽ അനുസരിക്കുന്നത് പ്രയാസമെന്നാണ് പലരും പറയുന്നത്. യേശുവിൻ്റെ പഠിപ്പിൽ കഠിനമെന്ന് പറഞ്ഞ് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്ന് യോഹന്നാൻ 6:66 വായിക്കുന്നുണ്ട്. നമ്മിൽ പലരും ആ ശിഷ്യന്മാരെ പോലെ പിന്മാറിപ്പോയവരല്ലേ? യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. മത്തായി 28:20. യേശുവിൻ്റെ വചനം പഠിച്ച് അതനുസരിക്കുന്നവരാണ് അവൻ്റെ ശിഷ്യന്മാർ. വചനം കേട്ട് അനുസരിക്കുന്നവരെക്കുറിച്ച് യേശു പറയുന്നത്, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മത്തായി 7:24. അതായത് മഹാമാരിയോ കൊടുങ്കാറ്റോ തിരമാലയോ എന്ത് തന്നെ ആഞ്ഞടിച്ചാലും വചനപ്രകാരം ജീവിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകില്ല. വചനം അറിഞ്ഞിട്ടും വചനപ്രകാരം ജീവിക്കാത്തവർ കള്ളനാകുന്നു എന്ന 1 യോഹന്നാൻ 2:4 പറയുന്നത്. അതായത് വചനമനുസരിക്കാത്തവർ കള്ളന്മാർ. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ പങ്കുചേരുന്ന നമ്മിൽ എത്ര പേർ വചനപ്രകാരം ജീവിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതവും കുടുംബവും പണിയുന്നത്
ദൈവവചനത്തിന് അനുസരണമായിരിക്കണം. പല കുടുംബങ്ങളിലും ഇന്ന് കാണുന്ന അപജയത്തിന് കാരണം ദൈവവചനത്തോടുള്ള അകൽച്ചയാണ്. ദൈവവചനത്തോടുള്ള പൂർണ്ണ അനുസരണം ഒന്നുകൊണ്ട് മാത്രമേ വ്യക്തി ജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും ആത്മീകവും ഭൗതികവുമായ വളർച്ച ഉണ്ടാകും. അതുകൊണ്ട് ദിനംതോറും നമുക്ക് വചനം വായിക്കാം, വചനം പഠിക്കാം, വചനം ധ്യാനിക്കാം. വചനത്തിൽ കൂടി നൽകപ്പെടുന്ന ആലോചനകളെ പൂർണ്ണമായി അനുസരിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കുകയും വചനമനുസരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ വണക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗരാജ്യത്തിൽ